കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടി ടെൻഷൻ അടിച്ച് സ്കൂളിൽ ഇരിക്കാൻ. അപ്പൊ അവരെ വിളിച്ചു കൊടുന്നു. എന്താ മോളെ, എന്തു നീ പറഞ്ഞു? നമ്മൾ പരിഹാരം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടി ഈ മാഷോട് പറഞ്ഞ എന്താ നിങ്ങള്, ഇന്റെ ഉമ്മ ആർക്കോ ഫോൺ വിളിക്കണുണ്ട്, അതിൻ്റെ ഉപ്പാക്ക് അറിയില്ല, ആ ഫോൺ വിളിക്കണതിൻ്റെ വാപ്പാക്ക് അറിയില്ല. വളരെ മോശമാണ് ഉമ്മാന്റെ ഫോൺ. ഞാൻ എടുത്തു നോക്കുമ്പോൾ അതിലെ മെസ്സേജൊക്കെ അത്ര മോശം. ഉമ്മനോട് അത് പറയാൻ എനിക്ക് ധൈര്യമില്ല. വാപ്പനോട് പറഞ്ഞാൽ ഉമ്മക്ക് പ്രശ്നമാവും. അപ്പൊ ഉമ്മന്റെ ഈ തോന്നിയാസം കണ്ടാൽ ആ പെൺകുട്ടി എന്ത് ചെയ്യും? അപ്പൊ ആ മാഷ് എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പെൺകുട്ടി വന്ന് പറയുന്നുണ്ട്, അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഉമ്മനെ വിളിക്കും, വരാൻ വേണ്ടി പറയും, എന്നിട്ട് എന്ത് ചെയ്യാം, അവളുടെ ടെൻഷനെ കുറിച്ചും ബുദ്ധിമുട്ടിനെയൊക്കെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ അവരോടൊന്നും മെല്ലെ ഒരു സൂചനയായി ചോദിച്ചാൽ, അവൾ പറയാത്ത രൂപത്തിൽ നിങ്ങൾ ചോദിച്ചാൽ ഒരു പക്ഷേ സമ്മതിക്കും. വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കെന്നെ ഞാൻ ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടുപോയിട്ടുണ്ട്, അത് മോള് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതായിരിക്കും പ്രശ്നം, എനിക്കിതിനൊന്ന് രക്ഷപ്പെടണം, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും, എൻ്റെ ഭർത്താവ് ഇത് അറിഞ്ഞിട്ടില്ല, അതിൻ്റെ മുന്നേ എനിക്കിതിന് രക്ഷപ്പെടണം. അയാൾ അതിൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ മാറി. മാത്രല്ല ഇപ്പോ ആ മോളെ എന്തൊരു ഇഷ്ടമാണെന്നറിയാം ഉമ്മക്ക്. ദേഷ്യമല്ല, പ്രതികാരമായി. ആ ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം. ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാറ്റിലും എല്ലാവരും പെടാം. അപ്പോ ആ ഉമ്മനെ തിരുത്താൻ മാത്രം ആ മകൾ പക്വതയുള്ളവരായില്ലേ? 15 വയസ്സാകുമ്പോഴേക്കും അങ്ങനെയാകും. നിങ്ങളുടെ വീട്ടിലെ വിഷമങ്ങൾ ആ കുട്ടികൾ അറിയും. ഞാനൊരു ജോലി ചെയ്യാൻ പോട്ടെ, വാപ്പന്റെ കടം വീട്ടാനെന്ന് ചോദിക്കും. ജീവിക്കുമ്പോൾ ഇത്രയൊക്കെ മതി, ഞങ്ങൾക്ക് പണം ഉണ്ടാകുമ്പോൾ തന്നാ മതി. അല്ലെങ്കിലോ 15-ാം വയസ്സിൽ അവൻ 1.5 ലക്ഷത്തിന്റെ ബൈക്ക് ചോദിക്കും. മനസ്സിലായി? എന്നും രാത്രി പോയി ഭക്ഷണം കഴിക്കണമെന്ന് പറയും, 500-നും 1000-നും. അവന് പക്വതയുണ്ടായില്ല, അവന് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടായില്ല. അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയമാണ് 15 കൊല്ലം. അതിനിടയ്ക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല.